ആധ്യാത്മികമായ നഭോമണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ സമ്പർക്കം ഇവയുണ്ടാകുന്നൊരു വേളയിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ബന്ധുജനങ്ങൾ, നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അവർ കൈക്കൂലിക്കാരാകട്ടെ, കരിഞ്ചന്തക്കാരാകട്ടെ, വെള്ളമടിക്കുന്നവരാകട്ടെ, കൊള്ളുകില്ലാത്തവരാകട്ടെ, ഏത് തരക്കാരുമാകട്ടെ, നിങ്ങളുടെ സാമീപ്യമോ സമ്പർക്കമോ ഉണ്ടാകുന്ന വേളയിൽ അവരുടെ ലൗകിക വിഷയ വികാരങ്ങളെല്ലാം മാറി നിന്ന് എന്തെന്നില്ലാത്തൊരു ഉണർവും ഉന്മേഷവും ആനന്ദവും, അതുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും അവരിൽ ഉൽപ്പന്നമാകുന്നു എങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികതയിൽ ഈടുവയ്പ്പിൽ നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം. മതിയെ, ഇത് മാത്രമാണ് ആധ്യാത്മിക ധാരാളം. പക്ഷെ നമ്മൾ നടന്നു പോകുമ്പോൾ ചെറിയ ആധ്യാത്മിക സർജനം ഉണ്ടെങ്കിൽ ഈവൻ മൃഗങ്ങൾക്ക് വരെ നമ്മുടെ സാമീപ്യത്തിലെ ആനന്ദം പ്രകടമാവും, സസ്യങ്ങൾക്ക് പ്രകടമാവും. നാം അറിയാതെ നടന്നു പോകുമ്പോൾ തഴച്ചു വളർന്നു നിൽക്കുന്ന പ്രയോജനപ്രദമായ ഒരു ചെടിയുടെ ചോട് ചവിട്ടിയൊടിച്ചോ അതിന്റെ തലമുള്ളിയോ ആണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മുടെ അബോധത്തിൽ ഹിംസയുടെയും വിഷയ ലോകങ്ങളുടെയും എത്ര തീഷ്ണ വികാരങ്ങളായിരിക്കും ഉണ്ടാവുക. നല്ലതുപോലെ വൈറ്റുവാഷ് ചെയ്തൊരു പ്രതലത്തിനടുക്കൽ മണ്ണിൽ ചവിട്ടിയിട്ടോന്ന് നിൽക്കുന്ന നമ്മൾ ആ കാലെടുത്ത് അതിലേക്ക് പതിപ്പിച്ചു വെക്കുമ്പോൾ അറിയാതെ ആ കാലുകൾ അതിനെ വൃത്തിഹീനങ്ങളാക്കുന്ന വിധത്തിലാണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ അബോധത്തിൽ രേഖപ്പെടുത്തിയതെങ്കിൽ ബോധത്തിലേക്കാൾ എത്ര കർക്കശമാണ് നമ്മുടെ അബോധം. നാം സഞ്ചരിക്കുന്ന ബസ്സിലിരിക്കുന്ന സീറ്റിൽ ഇരുന്നു കൊണ്ട് നഖം കൊണ്ട് ആ സീറ്റ് പതുക്കെ കീറി ആരുടെ ബസ്സുമാവട്ടെ അതിനകത്ത് സ്പോഞ്ച് പതുക്കെ ഞെക്കി കുറേശ്ശെ പുറത്തിടാൻ പാകത്തിനാക്കിയിട്ടാണ് നാം ഇറങ്ങിപ്പോരുന്നതെങ്കിൽ എന്ത് ആധ്യാത്മിക സർജനമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഭക്ഷണം കഴിക്കാൻ ഞാനും നിങ്ങളും ഒരു ഹോട്ടലിൽ കയറി ഇഷ്ടം പോലെ ഭക്ഷണം തരുന്ന ഹോട്ടലിൽ നിന്ന് പൈസ നേരത്തെ കൊടുത്ത് കയറിയിരുന്നുമ്പോൾ 25 രൂപ കൊടുത്തതാണ് എന്നുള്ളൊരു കണക്ക് മനസ്സിലോർത്ത് വയറു നിറച്ചുണ്ട് കഴിഞ്ഞ് ഇലയിലേക്ക് വീണ്ടും ചോറും കൂട്ടാനുകളും വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തൈരവിടെ ഇരിക്കുന്നത് അതിനകത്തേക്ക് ആ അച്ചാറിൽ കൈമുക്കി അതൊന്ന് ഇളക്കിയും വെച്ച് ബാക്കിയൊക്കെ കൂടെ സാമ്പാറും ഒക്കെ ഒഴിച്ച് കുഴച്ചു വെച്ച് ഇലമടക്കി എഴുന്നേറ്റ് പോരുമ്പോൾ നമ്മുടെ 25 രൂപ ഒപ്പിച്ചു എന്ന ലാഭമാണ് തോന്നുന്നതെങ്കിൽ എന്തിനീ നാമം ജപിക്കണം? ഞാൻ 1000 ഓർമ്മയുടെ ഹോട്ടലുകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതിൽ കുഴച്ചതെല്ലാം എന്നെ കയറി ആക്രമിക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ലോ, നിങ്ങൾ നിങ്ങളെ ഉദ്ദേശിച്ച് കേൾക്കുന്നു. അതെന്റെ ഉദ്ദേശം. അങ്ങനെ പറയാനാവും. ലഭം ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതക്രമങ്ങളുടെ ഓരോ അംശങ്ങളും നാം കൊണ്ടുപോകുമ്പോൾ നിയതമായൊരു അച്ചടക്കവും നിരുപദ്രവകരമായ ഒരു സൗഖ്യവും നിതാന്തമായ ഒരു ജാഗ്രതയും ആധ്യാത്മിക സർജനത്തിന്റെ ഊടും പാവുമാണ്. അത് വിനയാന്വിതമാണ്. അത് സമകൃഷ്ടങ്ങളെ സമമായി കാണുന്നതാണ്. അതാണ് കൈവരേണ്ടത്. കൈവരുന്നില്ലെങ്കിൽ വിഷയലോലുപത്വം നമ്മുടെ കാരണ ശരീരത്തിന്റെ അന്തസ്ഥ തലങ്ങൾ വരെ പുലുകി നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഒന്നും നഷ്ടപ്പെടുത്താതെ, ഒന്നിനെയും ധിക്കരിക്കാതെ, ഒന്നിനോടും എതിരിടാതെ സഞ്ചരിക്കാവുന്ന സ്വച്ഛന്തവും സുഭഗവുമായ ഒരു വഴിയാണ് ആധ്യാത്മികതയുടെ വഴി. ഭൗതികതയിൽ ഏറ്റുമുട്ടലുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവാം. കാമം ക്രോധത്തിന്റെ മാതാവാണ്. സമയം എത്ര വരെയാണ് സമയം? 10 വരെ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ഥൂല ശരീര താദാത്മ്യം, സൂക്ഷ്മ ശരീര താദാത്മ്യം, കാരണ ശരീര താദാത്മ്യം എന്ന 3 താദാത്മ്യങ്ങളും വിഷയത്തിലാണ് സംഭവിക്കുന്നത്. ഇതൊന്ന് മാറ്റണം. വിഷയങ്ങളെ ഗൗണമായി ആത്മനിഷ്ഠയെ മുഖ്യമായും കരുതി ഈ
സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് ആത്മനിഷ്ഠയെ കൊണ്ടുപോകും. അതാണ് ഇതിന്റെ പരിഹാരം. ഓരോ സാധനയും ശ്രദ്ധാപൂർവവും വിഷയവാസനയെ ഉല്ലംഘിക്കുമാറ് തജ്ജന്യവാസനയെ ഉണ്ടാക്കുന്നതുമാക്കി ചെയ്യണം. വിഷയത്തെ മുഖ്യമാക്കിക്കൊണ്ട് സാധനകളെ കൊണ്ടുപോകരുത്. ഇതുകൊണ്ടാണ് ആധ്യാത്മിക സാധനയുടെ ലോകങ്ങളിൽ സ്വനിർമ്മിതമായൊരു ദാരിദ്ര്യത്തെ പ്രാചീനർ വച്ചത്. ദാരിദ്ര്യം ആരും അടിച്ചേൽപ്പിച്ചതല്ല. കത്തോലിസിസത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എടുക്കുമ്പോൾ ബ്രഹ്മചര്യവും അച്ചടക്കവും ദാരിദ്ര്യവും നിർബന്ധമായിരുന്നു. കത്തോലിസിസം എന്ന് പറഞ്ഞാൽ അറിയുമോ എന്നറിയില്ല. കത്തോലിക്ക പ്രീസ്റ്റിനെ കണ്ടിട്ടുണ്ടാവും, കന്യാസ്ത്രീയുടെ അച്ഛന്മാരെ. ഒരു 15 കൊല്ലം മുമ്പ് അവരുടെ നിയമ സംഹിത എന്ന് പറയുന്നത് നിർബന്ധമായ ബ്രഹ്മചര്യം. ഇപ്പൊ അവർ സമരം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനെതിരായിട്ട്. ഏതാണ്ട് മിക്കവാറും 10 കൊല്ലത്തിനുള്ളിൽ അനുവദിക്കുമെന്ന് തോന്നുന്നു. അത് മറ്റു കോൺഗ്രിഗേഷൻസാണ്. കത്തോലിസത്തിലില്ല. കത്തോലിസത്തിൽ നിർബന്ധ ബ്രഹ്മചര്യമുണ്ട്. നിർബന്ധമുണ്ട്, ബ്രഹ്മചര്യം ഉണ്ടോ എന്നറിയില്ല. കാരണം അത് നമുക്ക് പുറത്തറിയാൻ പറ്റുന്ന കാര്യമല്ലോ. നിർബന്ധം എന്താന്നുള്ള കാര്യം പുറത്തറിയാവുന്നു. അപ്പോ ബ്രഹ്മചര്യത്തിന്റെ നിർബന്ധം, അച്ചടക്കത്തിന്റെ നിർബന്ധം, സ്വനിർമ്മിതമായ ഒരു അച്ചടക്കത്തിൽ മാത്രമേ ആസക്തിയുടെ ഉണരൂ. ആ പ്രാചീനമായ കൺസെപ്റ്റാണ് ഇന്നലെ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല എന്ന് പറയേണ്ടി വന്നു. ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. എന്റെ മനസ്സിന്റെ ഭാവങ്ങൾ അതിനെ വരുന്ന തലങ്ങളിൽ പുറത്തേക്ക് വിടുമ്പോൾ ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ ഉൾക്കൊള്ളുന്ന വിഷയരോഗങ്ങളെ പുറത്തേക്കുണ്ടാക്കുമ്പോൾ വിഷയങ്ങൾ കൂടുതൽ ശക്തിയിൽ എന്നിൽ രേഖപ്പെടുത്തുകയാണോ, വിഷയങ്ങൾ ഒഴിഞ്ഞു പോവുകയാണോ എന്ന കാര്യം സംശയാസ്പദമാണ്. ആചാര്യന്മാരിൽ ഉത്തമന്മാരായ ചിലർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സർവോത്തമനായ രമണമഹർഷി വിഷയങ്ങളെ അനുഭവിച്ചു തീർക്കാമെന്ന വ്യാമോഹം പെട്രോൾ ഒഴിച്ച് തീയെടുക്കുന്ന പോലാണ്. പിന്നീടും പെട്രോൾ ഒഴിച്ചാൽ ഒരു ഇപ്പൊ പെട്രോൾ ഒന്നിച്ചൊരു തിരിയുടെ മുഖത്തിലേക്ക് ഒഴിച്ചാൽ കെട്ടുപോകും. ഇല്ലേ? കെട്ടുകയല്ലേ? കെടുകയില്ല. ഇത് പെട്രോളാ, മണ്ണെണ്ണയല്ല. അത് നിങ്ങൾ പറയുന്നറിയാതെ ഞാൻ ആ ഉദാഹരണം അങ്ങനെ തന്നെ പറഞ്ഞത്. ഇത് പെട്രോളാണ്. അവൻ ഒന്നിച്ചൊഴിച്ചാലല്ല എങ്ങനെ ഒഴിച്ചാലും കെടുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പെട്രോൾ കൊണ്ടുള്ള തീ എടുത്താൽ പെട്രോൾ മതിയാകുമായിരുന്നില്ലേ? ആളുകൾ മണ്ണെണ്ണയുണ്ട്, ക്രൂഡ് ഓയിലും കിട്ടും, വെളിച്ചെണ്ണയും കിട്ടും. അതൊക്കെ എണ്ണ വലിച്ചകത്തുന്നത്. പന്തമായിരുന്നാൽ പോലും എണ്ണ ഒഴിച്ചിട്ടെടുക്കാം. എണ്ണ ഒഴിച്ച പന്തം കെടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തെയ്യത്തിലൊക്കെ എണ്ണ ഒഴിച്ച പന്തം കെടുക്കുന്നത്. നല്ലോടെ കത്തണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒരറ്റത്തുനിന്ന് ഒഴിച്ച് പിന്നെ അങ്ങോട്ട് തീ ഒഴിക്കുമ്പോൾ ഈ അറ്റത്തൊഴിച്ച് അങ്ങനെയാ പന്തം എണ്ണ ഒഴിക്കുന്നത്. തെയ്യത്തിനെ കണ്ടിട്ടില്ല തീ വെട്ടിയും ബന്ധമൊക്കെ. അതിനിടയിൽ ആ ചിരട്ടോണ്ട് ആ തറി കൊണ്ട് കൊടുക്കും, ചിരണ്ടി കൊടുക്കും നന്നായിട്ട് കത്താൻ, ആ കരിയൊന്ന് പോവാൻ. തെയ്യത്തിൽ പന്തത്തിന് തീ ഒഴിക്കാം, എണ്ണ ഒഴിക്കാൻ പോയിട്ടില്ല. എന്തൊരു ജന്മം തെയ്യം! ഈ തെയ്യക്കൊണ്ടൊക്കെ ഞാനേ കണ്ടിട്ടുള്ളൂ, നിങ്ങളെ കണ്ടിട്ടില്ല. അപ്പോ പെട്രോൾ ഒഴിച്ച് തീ കെടുത്തുന്നത് പോലെയാണ് വിഷയങ്ങളെ അനുഭവിക്കുന്ന സങ്കല്പങ്ങൾ കൊണ്ടും വിഷയ അനുഭവങ്ങൾ കൊണ്ടും വിഷയങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് മഹർഷി രമണൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ വിഷയത്തിലും അതിന്റെ അനുഭവ വേളയിൽ അപൂർണതയുടെ അംശമുണ്ട്. അതില്ലെങ്കിൽ ഒരു ധർമ്മപുത്രനെ കൊണ്ട് മറ്റു പോസിറ്റീവ് റെമഡികളില്ലാതെ ജനസംഖ്യ നിയന്ത്രിതമാകുമായിരുന്നല്ലോ. ചോദ്യം മനസ്സിലല്ല. അതിനേക്കാൾ ഉദാഹരണം എളുപ്പം വേറെയില്ല. 1947 30 കോടി ജനങ്ങളുണ്ടായിരുന്നു ഈ രാജ്യത്ത്. 1947 ശേഷമുള്ള ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രീയ ജീവിത മാർഗങ്ങളും അശാസ്ത്രീയങ്ങളും അന്ധവിശ്വാസങ്ങൾ കലർന്നതുമായ ജീവിതക്രമങ്ങളിലെ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലങ്ങളിൽ 47 രാഷ്ട്രം കൈമാറുമ്പോൾ 30 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നത് ഫാമിലി പ്ലാനിങ്ങും എണ്ണമറ്റ പോസിറ്റീവ് റെമഡികളുടെ ലാറ്റസ്റ്റ് കമ്പനികളും രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞിട്ടും 100 കോടി
10 ലക്ഷത്തിലപ്പുറത്തേക്ക് ഇത് വികസിച്ചു വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് പെട്രോൾ ഒഴിച്ച് തീകെടുത്താൻ പറ്റില്ല എന്നതിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമല്ലേ? ശങ്കരാചാര്യരുടെ കാലത്ത് അദ്ദേഹം വയസ്സികതയെ കാമവികാര എന്ന് ചോദിച്ചുവെങ്കിൽ എല്ലാ വയസ്സനും വയസ്സിയും ഇന്ന് ഡൈന്യം ചെയ്ത് തിരക്കുള്ള ബസ്സിൽ നേരത്തെ കയറുന്നത് കാണുമ്പോൾ ശങ്കരാചാര്യർക്ക് തെറ്റിയോ എന്ന് പോലും ശരിയല്ല. ഒന്ന് കള്ളമാണ്. ഞാൻ പറഞ്ഞൊരു അടിക്കുറി കൂടെ ആയിരുന്നു. അധികാരത്തിന്റെ കാമനയും വിഷയലോലുപത്വവും എല്ലാം വിഷയകാമനകളിലൂടെ സഞ്ചരിച്ചു വാർദ്ധക്യത്തിൽ കൂടുന്നതായാണ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങൾ തെളിയിക്കുന്നത്. ഒരു പ്രാവശ്യം ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലായാൽ മറ്റൊരുത്തനെ ഏൽപ്പിച്ചു പോകാൻ എളുപ്പമാണെങ്കിൽ ഇരുന്നിടത്തുനിന്ന് ഇറങ്ങാൻ ആരും വിഷയങ്ങളിൽ തൽപരരല്ലെന്ന് കാണുമ്പോൾ വിഷയം അനുഭവം കൊണ്ട് തീരുന്നില്ല എന്ന് സ്പഷ്ടമല്ലേ? 10 പ്രാവശ്യം നിന്നവൻ 11ാമത്തെ പ്രാവശ്യം നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ ഉടക്കുണ്ടാക്കുകയും വേറെ പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്യുന്ന രാജ്യത്ത് കാമം അനുഭവം കൊണ്ട് തീരില്ലെന്ന് പഠിപ്പിക്കാൻ വേറെ ഉദാഹരണം വല്ലതും വേണം. നിങ്ങളുടെ എംഎൽഎമാരെയും എംപിമാരെയും ലോക്കൽ കമ്മിറ്റികളെയും ചോട്ടാ നേതാക്കന്മാരെയും ബഡാ നേതാക്കന്മാരെയും ഒക്കെ ഒന്നിച്ചു വെച്ച് നോക്കിയാൽ ആർക്കാണ് മനസ്സിലാവില്ലാത്തത് കാമമെന്നത് അനുഭവിച്ചാൽ തീരില്ല എന്ന്? എന്നിട്ടും ആധുനിക ആധ്യാത്മിക വ്യവസായികൾ ഭംഗിയുള്ള ഭാഷയിൽ നിങ്ങളുടെ കാമം എങ്ങനെയും അനുഭവിക്കൂ, എന്നിട്ട് അതിൽ നിന്ന് മോചനം നേടൂ എന്ന് പറയുന്നത് സത്യമായിരിക്കുമോ? അനുഭവിക്കും തോറും കാമത്തിലുള്ള വാസന സൂക്ഷ്മവും കാരണവുമായി വർദ്ധിക്കില്ലേ? സംശയമേ ഉള്ളൂ. സംശയം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശിച്ചു. സംശയമുണ്ടല്ലോ. ആധ്യാത്മിക രംഗത്ത് തന്നെ അവർ നിന്നിട്ട് കേസാണ് എല്ലാ ശ്രമങ്ങളും. ഇനി രാഷ്ട്രീയ മണ്ഡലത്തിലും കൂടെ അവരെ കെട്ടി കുറവാക്കണം. ഞാൻ ക്ലീൻ സ്റ്റേജിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്നെക്കാൾ മുഖശ്രീയുള്ള എന്റെ ഒരു ശിഷ്യൻ ക്ലീൻ സ്റ്റേജിലെത്തിയാൽ നാളെ മുതൽ അവന് വാണിംഗ് കൊടുത്ത് നീ ക്ലീൻ സ്റ്റേജിലെത്തിക്കൂടാ എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾ തമ്മിലുള്ള ആധ്യാത്മികത പോലും. മനസ്സിലായില്ല? കാരണം അവനെ നിങ്ങൾ കണ്ട് അവന്റെ സൗന്ദര്യത്തിൽ നിങ്ങൾ ആകൃഷ്ടരായാൽ എനിക്കുള്ള സ്ഥാനമാനങ്ങൾ കുറയും എന്നൊരു ബോധം ഭൗതികമായ എന്റെ മുഖശ്രീയിലാണ് എന്റെ ആധ്യാത്മികത എന്ന ധാരണ. അതിന് നിയമമുണ്ടാക്കുമ്പോൾ അവൻ ബ്രഹ്മചാരി ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ കൂടെ വന്ന് ചേരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ അതുള്ളവരെല്ലാം തൽക്കാലം ക്ലീൻ ഷേവ് വേണ്ട എന്നായിരിക്കും. അതൊക്കെ സൂത്രത്തിൽ കണ്ടുപിടിക്കാൻ എനിക്ക് സെക്രട്ടറിമാരുണ്ടാവും. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത്ര ശ്രദ്ധാപൂർവമാണ് ഞാൻ എന്റെ മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലുള്ളവർ ഈ രാഷ്ട്രീയത്തിലും കൂടെ ചെന്നാൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ കുളമാകില്ലേ? എവിടെയാണ് ഈ ആന്തരികമായ വികാരങ്ങൾ വെണ്ടകൂട്ടിയുള്ളത്? ഓരോ വികാരവും മനസ്സിൽ ഉദിക്കുമ്പോഴും കാമം, സങ്കല്പം, കർമ്മം എന്ന നിലയിലേക്ക് പൊട്ടിവിടരുമ്പോഴും ആ കർമ്മങ്ങളിൽ 1000 കർമ്മങ്ങളുടെ ബീജം ആഗന്തുകമായി ഉണ്ടാവുകയാണോ അതല്ല കർമ്മം അവിടെ വെച്ച് തീരുകയാണോ? കിടക്കാനൊരു വീടെന്ന സങ്കല്പം മാത്രമായി തുടങ്ങിയ വീട് പ്ലാനും വരച്ച് പണി തുടങ്ങുമ്പോഴേക്ക് അതിനു വേണ്ട അനുബന്ധങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കടം ബാങ്കിൽ നിന്ന് എടുക്കുമോ? പരിചയക്കാരോട് വാങ്ങുമോ? അനുബന്ധങ്ങൾ കൂടി വരുമ്പോൾ കയറിക്കിടക്കുക എന്നുള്ളതിനപ്പുറം അന്യരെ അത്ഭുതപ്പെടുത്തുക എന്നുള്ളതിലേക്ക് അത് വികസിക്കുമോ? എനിക്ക് കയറിക്കിടക്കാനുള്ള വീട് എന്ന വികാരം കർമ്മമായി രൂപാന്തരപ്പെട്ട് വീടായി തീരുകയല്ല, അനുബന്ധങ്ങളായി വികസിച്ച് കടങ്ങളും അത് അടയ്ക്കാനുള്ള ഭാവങ്ങളുമായി വീണ്ടും വികസിച്ചു വരുമ്പോൾ ഒടുങ്ങാത്ത സമസ്യയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുക മാത്രമല്ലേ? എവിടെയാണ് അത്? പുറകെയാണ്.
ഇത് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞു മതിയല്ലോ പരിഹാരം. ഇതുവരെ ഇതല്ല ശരി, ഇതൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുമെന്ന് വിശ്വസിച്ച് കുറെ ഓടിയല്ലോ, അതിന് കുറെ പണികൾ കാണിച്ചല്ലോ, കുറെ പറ്റിച്ചല്ലോ. മറ്റുള്ളവരെയല്ല, നമ്മളെ. വേറെ ആരെയും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ ധരിച്ചിട്ടുള്ള തെറ്റി. ഞാനിവിടെ ശീർഷാസനത്തിൽ നിന്നാൽ അത് കണ്ടിട്ട് പോകുന്നവൻ മുകളിലോട്ട് കയറി പോകുമ്പോഴത്തേക്കോ ഇപ്പോഴാ അയാൾ ഇതാ നിൽക്കുന്നത്, നമ്മളെ കാണിക്കാനാണ്. അവനെ പറ്റിക്കാനൊന്നും പറ്റില്ല, അവൻ നമ്മളെക്കാൾ വലിയവനാണ്. മനസ്സിലായില്ലേ? രാവിലെ ഞാനെന്റെ സുഹൃത്ത് വിളിച്ച് പ്രോഗ്രാമിന് വന്ന് അയാൾ വന്നിരിക്കുന്ന വീട്ടിനകത്ത് കുളിക്കാൻ കയറുന്നതിന് മുമ്പ് ആദ്യത്തെ ഭാവമായിട്ട് കുറെ ജപവും കാര്യമൊക്കെ ചെയ്ത് പിന്നെ കുളിച്ചിട്ട് വന്ന് ജപമായി പിന്നെ ശിക്ഷാസനത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അയാള് പതുക്കെ പാടി നോക്കി നമ്മൾ ഇങ്ങനെ സാധനയും കാര്യമൊക്കെ ചെയ്യാമെന്ന് കാണുമ്പോൾ അയാളുടെ മക്കളെയും ഭാര്യയൊക്കെ വിളിച്ചിട്ട് പറയുന്നത് 2 ഇഡലിയും കൂടുതൽ കിട്ടാനുള്ള പണിയാണ്. കൂടുതലാണല്ലോ അയാളുടെ പണി തീർന്നു, അയാളെ നമ്മൾ പറ്റിച്ചില്ല. പക്ഷെ നമ്മൾ നമ്മളെ പറ്റിക്കുന്നു. ഇത് ശരിയാണെന്ന് വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. നമുക്കിത് തെറ്റാണെന്ന് ഉറപ്പും ശരിയാണെന്ന് മറ്റവനെ കാണിക്കാനുള്ള രീതിയും ഉള്ളപ്പോൾ 2 ഭാവങ്ങളോട് നമുക്ക് മാത്രമാണ്. നമ്മൾ നമ്മളെ മാത്രമേ പറ്റിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ വിചാരിച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്നു പറഞ്ഞു. അവന് പറ്റിയില്ല. അവനയാളെ പോലെ വളരെ രസകരമായി പിടിക്കുള്ളൂ. അത് പ്രീതിയില്ല. നമ്മളീ പറയുന്നതൊക്കെ അവനെ സംബന്ധിച്ച് അവന് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. സ്വാതന്ത്ര്യം അവന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. അതിപ്പോഴാണ് ഇത് കണ്ണ തമാശയായി എഴുതുക. കൊള്ളാം, ഞങ്ങളവിടെ ഒരു സാധനം ഇരുന്നു 1.5 മണിക്കൂർ ധ്യാനിക്കും, ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ 2 അർത്ഥത്തിലുമായിട്ട് പറയാം. മനസ്സിലായില്ല? അത് സ്വതന്ത്രമായിരിക്കരുത്. അപ്പൊ നമ്മൾ ഈ ആളുകളെയൊക്കെ വിശ്വസിപ്പിക്കുമെന്നും അവരൊക്കെ വിശ്വസിക്കുമെന്നും അവർക്ക് പറ്റിയെന്നും ഒക്കെ പറഞ്ഞായിരിക്കുന്ന ആകെ പറ്റ് നമുക്കേ പറ്റിയിട്ടുള്ളൂ. അച്ഛൻ ഗംഭീരമായിട്ട് കോരിക്കുകയാണ്, ചൂടാകുകയാണ്. അപ്പൊ മകൻ ആകെപ്പാടെ നിന്ന് മുമ്പിൽ നിന്ന് വിറക്കിയൊക്കെയാണ്. വിറക്കി കഴിഞ്ഞാൽ പതുക്കെ അടുക്കളയിലേക്ക് കണ്ട് ചൂടായിട്ട് ചായ ഞാൻ കൊടുത്തിട്ടല്ലേ ചായയുടെ മര്യാദ ചൂടായിട്ട് പോകും. അതൊക്കെ പറ്റിയേ അവനതായിട്ട് കഴിഞ്ഞത് പണ്ടത്തതിന്റെ പിന്നത്തതായിട്ട് വീണ്ടും വരികയാണ്. കാരണം അവൻ നേരത്തെ ഇതിന്റെ റിഹേഴ്സലും കഴിഞ്ഞാൽ വന്നിരിക്കുന്നത്. അച്ഛൻ എത്ര ചൂടാവും, എങ്ങനെ മുമ്പിൽ നിൽക്കണം, എത്ര നേരം നിൽക്കണം, അതിന്റെ റിഹേഴ്സലും കഴിഞ്ഞാൽ വരുന്നത്. അവന്റെ അകത്ത് ചിരിയും വരുന്നുണ്ട്. കാരണം അച്ഛന്റെ ചൂട് അവന്റെ നിൽപ്പും ഓർത്തിട്ട്. മനസ്സിലായില്ല? അപ്പൊ അവൻ ആസ്വദിക്കുകയാണ്. അച്ഛൻ ഈ സ്വാതന്ത്ര്യമില്ല. അച്ഛന്റെ നിയന്ത്രണമില്ലാവുന്ന കോപമാണ്. ഇത് നിയന്ത്രണം അറിയില്ല. ഈ എന്തോരം പഠിച്ച് ഈ ഒരു നമ്പരും ഇല്ലാതെ ജീവിച്ചത്. അതിൽ പോകുന്നതെങ്കിൽ ഈ നമ്പർ മുഴുവൻ അഴിക്കണം. എത്ര നമ്പരാണെന്നറിയോ? എത്ര ജന്മങ്ങളുടെ നമ്പർ ഇത് കിടക്കണമെന്ന് അറിയുമ്പോണ്ട്. ഇത് സാധാരണ അവിപത്ത് ചൂർണോ മാനിപത്ത് ചൂർണോ കിടക്കുകയില്ല. ഇത് ഭാരതത തന്നെ. അത് ആനയുടെ ഡോസിൽ കൊടുത്താലേ പറ്റുള്ളൂ, മനുഷ്യന്റെ ഡോസിൽ കിടക്കുകയില്ല. ശരിയല്ല. ചില പിള്ളേര് ഞാൻ വിളിക്കുന്നുണ്ട് വളരെ മിടുക്കന്മാര്. നമ്മുടെ അച്ഛനെ കാണുമ്പോഴേ ഒതുങ്ങി വളരെ വിനയാന്യവരായി. അത് ഡിപ്പ് കാണുമ്പോഴേക്ക് അമ്മയ്ക്ക് എന്നൊരു സംശയം തോന്നും. അപ്പൊ അമ്മ നേരത്തെ പറഞ്ഞല്ലോ ഇന്നെല്ലാം തകർക്കും. അപ്പൊ അവൻ വളരെ കൂളായിട്ട് അമ്മയോട് കൊടുക്കും, ഒന്നും തകർക്കുകയില്ല, ഞാൻ ഇവിടെയുള്ള ഒന്നും തകർക്കില്ല, അമ്മ പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അച്ഛനെ ഇങ്ങനെ നോക്കി വളരെ പഞ്ചകുറിച്ച് അടക്കി നിൽക്കുന്ന ഇടയിലെ കണ്ണു തിരിഞ്ഞ് അമ്മയെ നോക്കി ഒന്ന് അഷ്ടങ്ങളൊക്കെയാണ് അച്ഛൻ കാണാറ്. ഈ കോപമെല്ലാം കഴിഞ്ഞ് ഇയാളുടെ വെള്ളമൊക്കെ വെച്ച് ആകെ വരണ്ട് പ്രഷറൊക്കെ ഇയാളുടെ കൂടി രസം. ഇതിനൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ലോകത്തെ ഏത് പരിപാടിയിലും ഞാൻ എന്നെ അല്ലാതെ പുറത്തൊരുത്തനെ പറ്റിക്കാൻ പറ്റില്ല. ഈ ഓരോ വികാരവും ഓരോ വിഷയവും ഓരോ ഭാവവും നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിലല്ലാതെ അവന്റെ സ്ഥൂലത്തിലോ സൂക്ഷ്മത്തിലോ കാരണത്തിലോ കഴിക്കുന്നില്ല. ഇത്രയും അതിനകത്ത് എന്തൊരു സുഖം പറയുമോ? നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ വില്ലന്മാരായിട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പിള്ളേരൊക്കെ നിങ്ങളെ കാണുമ്പോഴേ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് വലിയ ചാടകളായിരിക്കും, വളരെ മിടുക്കന്മാർ. അതറിയാമെങ്കിൽ ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കണം. എന്നിട്ടൊന്ന് എന്ന് നോക്കണം. അപ്പൊ നിങ്ങളെ കോട്ട് നോക്കിയിട്ട്
എന്നൊക്കെ നിങ്ങളെ ആ വേഷമൊക്കെ ആടുന്നുണ്ടോ? ഇപ്പോഴാ ചിന്തിക്കുന്നേല് ചിലർ ഇന്നുവിനെ വീട്ടിലെത്തും. അതെ, അവിടെ തന്നെ ഉണ്ടോന്നറിയാൻ ഇപ്പൊ തന്നെ നിങ്ങളതൊക്കെപ്പോഴേ അപ്പുറത്തെ ആളില്ല, അവർക്ക് കളിക്കില്ല. നിങ്ങൾ കാര്യമായി പൂട്ടിയൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കുന്നത്. അവൻ ചട്ടയും കൊണ്ട് അതിന്റെ സ്ക്രൂവാണി അവൻ എടുത്തിട്ടുണ്ടാവും. സ്ക്രൂ ഡ്രൈവറോടൊക്കെ അങ്ങനെയല്ല. അവൻ ചട്ടയും കൊണ്ട് സ്ക്രൂവാണി എടുത്ത് തുറന്ന് സാധനം എടുത്ത് തിരിച്ച് 2 തീപ്പെട്ടിക്കുള്ളി ആ ദ്വാരത്തിനകത്ത് കയറ്റി വീണ്ടും അത് വെച്ച് കാരണം നല്ലപോലെ മുറുകി ആ സ്ക്രൂ മുറുകി വെച്ചിട്ടുണ്ടാവും. കൂട്ടൊക്കെ കൂട്ടി തന്നെ ഇരിപ്പുണ്ടാവും. അതിന് പോകാൻ തുടങ്ങി ചോദിച്ചു. അതുകൊണ്ട് ആകെ ഒന്ന് മാത്രമേ പറ്റൂ, നമ്മുടെ സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് ആധ്യാത്മികത കൊണ്ട് ആപ്ലാവിതമാക്കുക. ഇതാണുള്ളത്. അതിനെ നല്ലതുപോലെ തഴുകി തലോടി അതിൽ സർജനം ചെയ്തു നിർത്തുക. അവിടെ എത്തണം ആധ്യാത്മികത. അതിനുള്ള വഴിയാണ് ആദ്യം വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വലിക്കുക, അല്ലാതെ വിഷയങ്ങളിലേക്ക് പോവുകയല്ല. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ബന്ധം സ്ഥൂലമാണ്, അവിടെ കട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി ബന്ധിച്ച് സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലുമുള്ളതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അത് എറിഞ്ഞ് കഴിഞ്ഞതല്ല, അത് വരുന്നത് പോലെ വരട്ടെന്ന് തീരുമാനിക്കുക. അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അതിലൊരെണ്ണം പോലും നമ്മുടെ നിയന്ത്രണത്തിൽ പെടുകയില്ല. സോ അതുണ്ടാകട്ടെ മറയട്ടെ. ഇന്നു മുതൽ എന്റെ ഇന്ദ്രിയങ്ങളെ എന്റെ കൽപ്പടിയിൽ നിർത്തി ചിന്താപൂർവം വേണ്ടത് വേണ്ടാത്തത് തെരഞ്ഞ് മാത്രം ഉപയോഗിച്ചു. എങ്ങനെയാണോ സദശ്വത്തെ ഉത്തമനായ കുതിരക്കാരൻ തേരാളി നിയന്ത്രിച്ച് ശരിയായ വഴിയിലൂടെ രഥത്തെയും രഥിയെയും കൊണ്ടുപോകുന്നത്, അതുപോലെ ഞാൻ എന്റെ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ഉത്തമമായ മാർഗത്തിൽ തന്നെ കൊണ്ടുപോകും എന്ന് തീരുമാനിക്കുക. സദശ്വത്ത എന്ന പോലെ, ദുഷ്ടാശ്വത്ത എന്ന പോലെ കടിഞ്ഞാണില്ലാതെ കൊണ്ടുപോയാൽ അതെല്ലാം വാസനകളായി രൂപാന്തരപ്പെട്ടു വരും. ക്ലിയറായി? സദശ്വവും ദുഷ്ട അശ്വവും. 4 കുതിരയെ കിട്ടിയാൽ 4 സമഗ്രമായി പോകുന്ന വഴിയിൽ, 4 എണ്ണത്തിനെ കെട്ടിയാൽ 4 വഴിയിലേക്ക് അത് തിരിഞ്ഞ് കാലിടുന്ന വഴിയിൽ വേഗത കുറയും. അതിലൊരെണ്ണം വീണാൽ വേഗത കുറയും. ഇന്ദ്രിയങ്ങൾ പല വഴിക്കാവരുത്. ഇന്ദ്രിയങ്ങൾ തരുന്ന ഭാവതലങ്ങൾ ഒരേ വഴിക്കാണ്, സമഗ്രമായിരിക്കണം. മനസ്സിലായി? അപ്പൊ സമഗ്രമാകുമ്പോൾ അത് സദാചാരപൂർവമാകും. അപ്പോൾ തേരാളിക്ക് കടിഞ്ഞാൻ നിയന്ത്രിച്ച് കൃത്യമായ വഴിയിലൂടെ കൊണ്ടുപോകാം. ഒറ്റ കുതിരയെ കെട്ടിയ തേര് പോലല്ല, ഇത് 5 കുതിരകളെ കെട്ടിയ തേരാണ്. പഞ്ചേന്ദ്രിയ വിഷയങ്ങളാണ് കിടക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഇന്ദ്രിയം നിന്നുപോയാൽ ബാക്കി ഇന്ദ്രിയങ്ങൾക്ക് ആലസ്യമുണ്ടാവും. വിഷയലോലുപത്വം നമ്മെ അവിടെ തട്ടി നിൽക്കാൻ പ്രേരിപ്പിക്കും. വിഷയങ്ങൾ അപ്രധാനമാവുകയും ലക്ഷ്യം പ്രധാനമാവുകയും ചെയ്യുമ്പോഴേ ലക്ഷ്യത്തിലെത്തും. പശുവിനെ അന്വേഷിക്കാൻ പോയതാ, കാട്ടിൽ കയറിപ്പോയ പശുവിനെ അന്വേഷിച്ചാൽ പോയെ. ദിവസം 10-30 കഴിഞ്ഞു, ഇതുവരെ പശുവിനെ മാത്രം കണ്ടില്ല. ഒരുപാട് പുസ്തകം എഴുതി. കാരണം കയറിപ്പോയപ്പോൾ ആദ്യം മരം കണ്ടു, അതിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിച്ചു. പിന്നെ വേറൊന്ന് കണ്ടു, അതിനെപ്പറ്റി പഠിച്ചു. ഇങ്ങനെയാണ് ഗവേഷണം എന്ന് പറയുന്നത്. ഗവാം ഈക്ഷണം. മനസ്സിലായില്ല? ഇതുപോലാണ്. അത് വരാതിരിക്കാനാണ് ഇന്ദ്രിയങ്ങളെ ആദ്യം നിലയ്ക്ക് നിർത്തിയാൽ മാത്രമേ അന്തർയോഗം സാധ്യമാവൂ. ഇന്ദ്രിയങ്ങൾ ബാഹ്യമായി നിൽക്കുന്നിടത്തോളം അന്തർയോഗം സാധ്യമല്ല. ഇതിന് കാരണം പ്രകടമായ സഭയിൽ നിന്ന് പോലും മനസ്സിനെ ഹരിച്ചുകൊണ്ടുപോകുന്നവനാണ് ഇന്ദ്രിയം. ഗിരിയിൽ അങ്ങനെ പറയുന്നുണ്ട്. ഓർമ്മയുണ്ടാവോ ശ്ലോകം? 2-ാമത്തെ ഹരന്തി പ്രസംബന. പ്രമാദികളായ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പ്രകടമായ സഭയിൽ നിന്ന് ഹരിച്ചുകൊണ്ടുപോകും. പ്രകടമായ സഭയിൽ നിന്ന് യോഗ പഠിക്കാൻ ചെന്നതാ. 2-3 ആസനങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് നേരെ പശ്ചിമോത്തനാസനം. അതില്
വേണ്ടത്ര മുട്ടുനേരെയല്ല. അപ്പോഴാണ് ആചാര്യൻ ഒന്ന് മുട്ടുനേരെയേക്കാണ് ഒന്ന് തട്ടിയത്. ആ കൈയുടെ സ്പർശം ഒരു 3 ജന്മത്തിനപ്പുറം ഇതുപോലൊരു സ്പർശത്തിലേക്ക് പോയി. അടുത്ത ആചാര്യനെ കാണുമ്പോൾ, അടുത്ത നിമിഷം ആചാര്യനെ കാണുമ്പോഴുള്ള ഒരു ചിരിയിൽ മനസ്സ്, ഇന്ദ്രിയങ്ങളാൽ ഹരിക്കപ്പെട്ടു. 2 മാസം കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം വരുമാറ് ആചാര്യൻ ശിഷ്യയെ വിവാഹവും കഴിച്ചു. ഒരു പറ്റം ആധ്യാത്മികത പോയെന്ന്, ഒരു പറ്റം ആധ്യാത്മികത കൂടിയെന്ന്. പറ്റം എന്തായിരുന്നാലും ഇന്ദ്രിയം മനസ്സിനെ ഹരിച്ചു. എന്റെ ആയാലും നിങ്ങളുടെ ആയാലും ഹരിക്കും. മറ്റൊരാളുടെ ഹരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും അതെന്നുള്ള മട്ടിലൊക്കെ പറയും. എപ്പോഴായാലും പേര് വരികയാണ് ഒരേ തമ്പുരാന് ഒരു നിശ്ചയമില്ലാത്ത സ്ഥാനം. കാരണം അനേക ജന്മങ്ങളിലാണ് കിടക്കുന്നത്. വാഴയൊക്കെ ഇഷ്ടംപോലെയല്ല. വന്നു കഴിയുമ്പോഴാണ് എനിക്ക് വരുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്, അത് ത്യാഗമാണ്, മറ്റവൻ ചെയ്തത് ശരിയല്ല, ഇങ്ങനെയാണ് സംഭവിച്ചത്. സകലമായ സഭയിൽ, അതായത് ആൾക്കാരൊന്നും ഇല്ലാത്തതല്ല, എല്ലാവരും കൂടെ വിട്ടു നിർത്താ വലിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ഇന്ദ്രിയം ഏത് സഭയിൽ നിന്നും വലിച്ചുകൊണ്ട് പോകുന്നതാ. മനസ്സിനെ കൊള്ളക്കാരൻ മാത്രം ആ സഭയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കള്ളൻ രാത്രിയിലൊക്കെ വന്ന് കമ്പിയും മുറിച്ചിട്ടൊക്കെ കയറുള്ളൂ. മനസ്സിലായില്ല. ഇന്ദ്രിയങ്ങൾ കൊള്ളക്കാരാണ്, കള്ളനല്ല. സഭാമര്യാദകളൊന്നുമില്ല, അവൻ കൊണ്ടുപോകും. അതുകൊണ്ട് ആദ്യം ഈ വ്യാപാരത്തെ, സ്ഥൂലേന്ദ്രിയ വ്യാപാരത്തെ നിയന്ത്രിച്ചാൽ ഇന്ദ്രിയജനിതാനുഭവ ഉൽപ്പന്ന വാസനകളെ നിയന്ത്രിക്കാം. അതിനായി നിയമവും അത് നിയന്ത്രിക്കാതെ സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങളൊക്കെ എങ്ങനെയും ആയിക്കോട്ടെ ആധ്യാത്മികത സാധനയിൽ കിട്ടില്ല. ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന്റെ ഏതെങ്കിലും കാമദത്തമായ ഒരു ഇത് ഒന്ന് നിയന്ത്രിച്ചു നോക്ക്. പനിക്കും നല്ലപോലെ പനിക്കും. അവിടെ അത്ര എളുപ്പമുള്ള പണിയുണ്ട്. ഒരെണ്ണം ഒന്ന് വേണ്ടാന്ന് വെച്ചോ, വേണ്ടാന്ന് മുമ്പിൽ വെച്ചിട്ട് ഒന്നിരുന്നോ. എങ്ങനെയാണ് ഇത് കയറി വരുന്നത്? നിങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ആഗ്രഹത്തോടുള്ള, നിങ്ങളും ആ ആഗ്രഹിക്കുന്ന വസ്തുവും മാത്രമായിട്ടുള്ള ഒരു നിമിഷത്തെ ഉണ്ടാക്കി വേണ്ടാമെന്ന് തീരുമാനിക്കും. അതിത് കഴിഞ്ഞു ശരി, അല്ലെങ്കിൽ ഇത് മാറും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശബ്ദം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രൂപം, രസം, ഗന്ധം, ഇവയിലൊന്നിൽ എന്റെ ഇന്ദ്രിയം വ്യാപിച്ചു നിൽക്കുന്ന ഒരു വേളയിൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ ദ്രവ്യത്തെ അല്ലെങ്കിൽ ആ ശബ്ദത്തെ മുമ്പിൽ വെച്ച് അതിൽ നിന്ന് പിന്തിരിയാൻ എന്റെ ഇന്ദ്രിയത്തോട് ആജ്ഞാപിച്ചു നോക്കും. നല്ലപോലെ പണി സംഭവിക്കാം. അതിനൊന്നും എതിരഭിപ്രായം. അതാണ് ചോദിക്കുന്നത്. ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഞാനതാണ് ചോദിക്കുന്നത്. ഇത്ര കാഠിന്യമുള്ളതായി പണി ജീവിക്കാം എന്തിനാണ് അടുത്ത ചോദ്യം. ഒരു വിഷയത്തിന്റെ അടിമയായി എന്തിനിങ്ങനെ ജീവിക്കാം? നിസ്സാരമായ ഒരു വിഷയത്തെ പോലും തന്റെ കൽപ്പടിയിൽ നിർത്താതെ എന്തിനീ നരജന്മം? എന്തിനെ ആർക്കു വേണ്ടി? അതാ പറഞ്ഞത്, എന്തിനെ ആർക്കു വേണ്ടി? രണ്ടും എന്തിനെ ആർക്കു വേണ്ടി? അതാ ചോദ്യം. എന്തിനെ ആർക്കു വേണ്ടി? ലോകത്തിന് വേണ്ടി. ലോകത്തിന് വിഷയത്തെ നിയന്ത്രിക്കാത്ത ഒരുത്തനെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ഈ ലോകത്ത് എന്തെങ്കിലും ലോകപ്രയോജനമായത്, പ്രകൃതി പ്രയോജനമായത് വിഷയത്തെ നിയന്ത്രിക്കാൻ ത്രാണിയുള്ളവനില്ലെന്ന് മാത്രമേ ഉണ്ടാവൂ. ഭരണാധികാരിയാവട്ടെ, ഭരണീയനാവട്ടെ, തപസ്വിയാവട്ടെ, ഗൃഹസ്ഥനാകട്ടെ, ബ്രഹ്മചാരിയാകട്ടെ, വാനപ്രസ്ഥനാവട്ടെ, സന്യാസിയാകട്ടെ, വിഷയം തന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവനിൽ നിന്ന് മാത്രമേ ഈ ലോകത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അവന്റെ ജീവിതം മാത്രമേ പരോപകാരാത്മാവൂ. ബാക്കിയെല്ലാം അവൻ വിഷയത്തിന് വേണ്ടി ബാക്കിയുള്ളവരെ മുഴുവൻ കൊല്ലുകയോ അടിക്കുകയോ ഉപദ്രവിക്കുകയോ നിയമങ്ങൾ ഉണ്ടാക്കുകയോ തന്റെ വിഷയവാസനയ്ക്ക് വേണ്ടി, തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ രീതിശാസ്ത്രങ്ങളെ മുഴുവൻ ചുട്ടുകളയുകയോ ചെയ്യുന്നവരാൽ മാത്രമാണ് ഈ ലോകം പോകുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയവും ഭരണാധികാരികളുമെല്ലാം ഈ ലോകത്തിൽ വിനാശകാരികൾ തന്നെയാണ്. വളരെ അപൂർവം വിരലിലെന്ന ആളുകൾ മാത്രമാണ് ലോകോപകാരികൾ. ബാക്കിയൊക്കെ വാക്കിലേ ഉള്ളൂ. അതിലൊരാളാവുക എന്നത് എളുപ്പമല്ല.
ആണെന്ന് പറയാൻ എളുപ്പം. Now you came to a point. So the situation is highly embarrassing. മലയാളം വേണ്ടാന്ന് വെച്ചാൽ ശരിയല്ല. ആലോചിച്ചു, ഒരു നിസ്സാര വിഷയം, അതൊരു ഇഡലിയാകട്ടെ, ദോശയാകട്ടെ, ഒരു ചട്നിയാകട്ടെ, ഒരു സാമ്പാറാകട്ടെ, കപ്പയാകട്ടെ, കപ്പലട്ടിയോ ആകട്ടെ, ഇനി അത് പെണ്ണോ പിടക്കോഴിയോ ആണോ ആൺകോഴിയോ എന്തോ ആവട്ടെ, ആ വിഷയത്തിൽ നമ്മളുടെ മനസ്സ് നിന്നാൽ, അത് നമ്മളെ ഗ്രസിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായ അതിന്റെ അടിമത്തത്തിൽ നിൽക്കുന്ന നമ്മളിൽ നിന്ന് നമുക്കോ ലോകത്തിനോ എന്തു പ്രയോജനമാണ് ലഭിക്കുക? ചോദ്യം പിടിയിട്ടില്ല. ഇത്രയും മാത്രം ആദ്യം ചിന്തിക്കേണ്ടത്. വിഷയം ഇങ്ങനെയുള്ളൊരു സാധനമാണ്. ശിന്യ ബന്ധനെ വിഷയം വിശേഷേണ ബന്ധനെ, വിശേഷ വിധിയായി ബന്ധിക്കുന്നത് കൊണ്ട് വിഷയം എന്നതിന് പേര്. ആരെ ബന്ധിക്കുന്നു? അതിന് അഭിമുഖമായിരിക്കുന്നവനെ. നരകവും അതുപോലെ, യാതൊരു സംശയമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന വിഷയം എന്നെ ബന്ധിച്ചടിമയാക്കുന്നു. വിഷയം ഒരിക്കലും എനിക്ക് അടിമയാകുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും രസം. വിഷയം എനിക്ക് അടിമയാകുന്നില്ല. തെളിക്കൂ. ഭർതൃഹരി രംഗം ഭംഗിയായി വർണ്ണിക്കുന്നുണ്ട്. ഭർതൃഹരിയെ കേട്ടിട്ടുണ്ടാവും. ശൃംഗാരശിലകവും നീതിശിലകവും ഒക്കെ എഴുതിയ ഭർതൃഹരി, വാക്യവതീയം എഴുതിയ ഭർതൃഹരി ചക്രവർത്തിയായിരുന്നു. ചക്രവർത്തി പദമൊക്കെ വിട്ടിയാള് വനത്തിലേക്ക് പോയി. കുറെ കാലമായപ്പോഴേക്കും മടുത്തു. ജനാധിപത്യം അല്ലാതിരുന്നത് കൊണ്ടായിരിക്കും തോന്നുന്നു. ജനാധിപത്യമാണെങ്കിൽ മടുപ്പൊന്നും ഉണ്ടാകാൻ വഴിയില്ല, അല്ലേ? കൂടെയുള്ളവരൊക്കെ അള്ളു വെച്ചാൽ പോലും മടുത്തിറങ്ങി പോവില്ല. ശരിയല്ല? അള്ളിന്റെ പൊക്കത്തിലാണ് ഇന്ന് വരെ ജനാധിപത്യത്തിലെ എല്ലാ മന്ത്രിമാരും ഇരുന്നത്. അള്ളു വെച്ചതൊന്നും എതിരാളികളല്ല, അള്ളു വെച്ചതെല്ലാം സ്വന്തക്കാരുമാണ്. ശരിയല്ല? ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു മുതൽ ഇന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വരെയും, ഓരോ സ്റ്റേറ്റിന്റെയും ആദ്യത്തെ മുഖ്യമന്ത്രി മുതൽ ഇന്നത്തെ മുഖ്യമന്ത്രി വരെയും എല്ലാവരും കസേരയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും അടുത്തവരും വേണ്ടപ്പെട്ടവരുമായ പാർട്ടി നേതാക്കളാണ് അള്ളു തീർത്ത് നേരെ കൊണ്ടുപോയി പ്രശ്നത്തിന് താഴെ വെച്ചിട്ടുള്ളത്. ശരിയല്ല? എത്ര അള്ളു വെച്ചാലും ലജ്ജയില്ലാതെ അതിൽ അമർന്നിരുന്നവരാണ് നമ്മുടെ ജനാധിപത്യ ഭരണാധികാരികളിൽ ഒന്നാമൻ മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരും. അപ്പൊ ഭർതൃഹരി അത് ജനാധിപത്യം അല്ലാതിരുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇട്ടിട്ട് പോയത്. ഒരു വാൽക്കഷ്ണം കിട്ടിയപ്പം പോയില്ലേ. അപ്പോ ഭർതൃഹരി വനത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ ഇഷ്ടംപോലെ രത്നങ്ങളാണ്, അതൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ വനത്തിലെത്തിയ ഭർതൃഹരി പൂർണ്ണമായി സംഭക്തമായ വനത്തിലേക്ക് വാനപ്രസ്ഥനായി പൂർണ്ണമായി ഗാർഹസ്ഥ്യമെല്ലാം വിട്ടുപോയ ഭർതൃഹരി ആ വനത്തിൽ ഒരു മരത്തിന്റെ ചുട്ട് നിൽക്കുമ്പോഴാണ് തിളങ്ങുന്ന ഒരു രത്നം കണ്ടത്. അതിനേക്കാൾ 100 മടങ്ങ് വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടും ഭർതൃഹരി ഒന്നോടി. ഭർതൃഹരി തന്നെ പറഞ്ഞാൽ ഒരു പ്രാവശ്യവും അടുക്കറ്റും എടുത്തു. എടുത്തപ്പോൾ ഏതോ ഒരു ദൈവാനുഗ്രഹം പോലെ ഓർമ്മ വന്നു, ഇതിലും വിലയുള്ളത് എത്രയെന്ന ഉപേക്ഷിച്ചിട്ടാവാൻ പറഞ്ഞു. ഭർതൃഹരി അതായി ഇരുന്നടത്ത് വെച്ചിട്ട് ആ മരത്തണലിൽ പോയിരുന്നു. ഇനി അവൻ എന്തെല്ലാം പണി കാണിക്കുമെന്നറിയാൻ. ഭർതൃഹരി ആ ഒരു സുന്ദരനാണ്. അതുകൊണ്ട് അയാൾ പോയൊരു മരത്തിന്റെ തണലിൽ ഇരുന്നിട്ട് ഈ രത്നം നോക്കിക്കൊണ്ടിരുന്നു. ഇനി ഇവന്റെ പണി എന്തൊക്കെയാണ്? നിശബ്ദമായി കിടക്കുന്ന ഒരു രത്നക്കല്ലിന്റെ പണി ഒരുപാട് കുടുംബങ്ങളെ കുത്തുവാളയെടുപ്പിക്കാനും ഒരുപാട് പേരെ സ്വർഗലോകത്തേക്ക് പറഞ്ഞുവിടാനും നിസ്സാരമായൊരു കല്ലിന് കഴിയുമോ എന്നറിയാൻ പാകത്തിന് ഭർതൃഹരി അവിടെ മാറിയിരിക്കുമ്പോഴാണ് 2 രാജകുമാരന്മാർ കുതിരപ്പുറത്ത് വരുന്നത്. മുമ്പിലൊരുത്തൻ, പുറകിലൊരുത്തൻ. പുറകെ വന്നവൻ മുമ്പിൽ പോകുന്നവൻ കാണുന്നതിന് മുമ്പ് താനാണ് കണ്ടതെന്ന മട്ടിൽ പറഞ്ഞു, അതാ രത്നമെന്ന്. മുമ്പേ ഉള്ളവൻ അതിന്റെ അടുത്തെത്തി ഇറങ്ങി കയ്യിലിരുന്നു. കണ്ടവൻ പറഞ്ഞു, ഞാനാണ് ആദ്യം കണ്ടത്, കണ്ടതുകൊണ്ട് എന്റെയാണ് അതിന്റെ അവകാശം. എടുത്തവൻ പറഞ്ഞു, നീ കണ്ടിരിക്കാം, ആദ്യം എന്റെ കയ്യിലായിരിക്കും, ഞാനാണ് ഇതിന്റെ അവകാശം. വാക്കുമൂത്ത് 2 പേരും വാളെടുത്തു. ആദ്യം പറഞ്ഞവൻ എടുത്തവന്റെ നെഞ്ചിലേക്കും
എടുത്തവൻ പറഞ്ഞവന്റെ നെഞ്ചിലേക്കും ഒരുമിച്ച് മാറും. രണ്ടുപേരും അപ്പുറത്തോട്ട് വീണു, രത്നം നടുക്കും വീണു. ഭർത്തൃഹരി ആലോചിച്ചു. ബുദ്ധിമാന്മാരായ രാജകുമാരന്മാർ, പഠിച്ച രാജകുമാരന്മാർ, 100 കണക്കിന് രത്നങ്ങൾ ഇരിക്കുന്ന കൊട്ടാരത്തിൽ നിന്നെത്തിയ രാജകുമാരന്മാർ, സ്വന്തം ജീവനെപ്പോലും വിലയില്ലാതാക്കുന്ന വിധത്തിൽ അവരെ നിസ്സാരമായി ബന്ധിക്കാൻ എത്ര എളുപ്പത്തിൽ ഈ വനത്തിൽ കിടന്ന ഒരു രത്നത്തിന് കഴിയും. നമ്മളെല്ലാം ആ രാജകുമാരന്മാരും. പരിചയങ്ങൾ, ബന്ധങ്ങൾ, വലിപ്പങ്ങൾ. നമുക്ക് ഈ വിലപിടിപ്പുള്ള രത്നം വഴിയിലൊന്നും കിടപ്പില്ലെങ്കിലും നമുക്കൊരു പരിപ്പോടെയോ ഉരുന്നോടെയോ ഒരു സെന്റ് ഭൂമിയോ 10 രൂപയോ അതുപോലുള്ളതൊക്കെ രത്നമായി വന്ന് നമ്മെ ബന്ധിക്കുമ്പോൾ ഇത് തന്നെയല്ലേ ആവർത്തിക്കപ്പെടുന്നത്? ഇത് മനസ്സിലായില്ല. എത്ര പഠിപ്പുള്ളവർ, എത്ര പണ്ഡിതന്മാർ, എത്ര ജ്ഞാനികളാണെന്ന് അഭിമാനിക്കുന്ന ഗുരുക്കന്മാർ, ശിഷ്യന്മാർ, എത്ര ഭരണാധികാരികൾ, എത്ര നിസ്സാരമായ വിഷയങ്ങൾക്ക്, ഒരു കസേരയ്ക്ക് വേണ്ടി, ഒരു സ്ഥാനലബ്ധിക്ക് വേണ്ടി, എത്ര ഹിംസകളുടെ, എത്രയധികം ഏറ്റുമുട്ടലുകളുടെ രംഗവേദികളിലൂടെ വിഷയം ആനയിക്കുന്നത് പോലെ കടന്നുപോകുമ്പോൾ വിഷയങ്ങളെ ഉപാസിച്ചും വിഷയങ്ങളെ അനുജീവിച്ചും വിഷയങ്ങളെ അനുസരിച്ചും ആത്മവിഭൂതിയിലേക്ക് എത്താമെന്ന് പറയുന്ന ദർശനങ്ങൾക്ക് ഇനിയും ഇടം നൽകുന്നു എങ്കിൽ നിങ്ങൾ പൂരിപ്പിച്ചാൽ നല്ലപോലെ ആലോചിച്ചു. നമ്മൾ കാണുന്ന ചുറ്റും നോക്കുക. നമ്മുടെ ചരിത്രത്തിന്റെ ആദിമ സംസ്കൃതി മുതൽ ഇന്നുവരെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു പ്രയോജനവും തരാത്ത ഒരു വിഷയത്തിന്റെ ദർശനത്തിൽ മതിമറന്നു അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെ മുഴുവൻ കളഞ്ഞുകുറിച്ച് സ്നേഹിതർ ശത്രുക്കളായി, ഉറ്റവരും ഉടയവരും എതിരാളികളായി. 10-15 കൊല്ലം തേനും പാലും വീഴ്ത്തി നോക്കിയ അച്ഛനും അമ്മയും നിസ്സാരമായൊരു വിഷയം കൊണ്ട് നിങ്ങളുടെ നിതാന്ത ശത്രുക്കളായിത്തീരുന്നു. താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്നും ഓർത്ത് വളർത്തിയ മക്കൾ ഒരു വിഷയത്തിന്റെ കാര്യം വരുമ്പോൾ അച്ഛനും അമ്മയും ആയിരുന്നിട്ട് കൂടി അവരെ ശത്രുക്കളായി കാണുന്നു. പകലന്തിയോളം പണിയെടുത്ത് സകല സൗഭാഗ്യങ്ങളും നേരിട്ടന്ന് ഓരോ നിമിഷവും നിങ്ങളുടെ സുഖങ്ങൾ ആലോചിച്ച നിങ്ങളുടെ ഭർത്താവ് നിസ്സാരമായൊരു വിഷയം തെറ്റിയാൽ വൈകുന്നേരം ഒരു വസ്തു മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ടുവന്നില്ലെങ്കിൽ, ഇന്ന സമയത്ത് എത്താൻ പറഞ്ഞെത്തിയില്ലെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അയാളുടെ ചുണ്ടനങ്ങിയില്ലെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അയാൾ ഇരുന്നില്ലെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന ഉടുപ്പ് അയാൾ എടുത്തിട്ടില്ലെങ്കിൽ, ആ വിഷയത്തിന്റെ പേരിൽ ഇന്നോളമുള്ള ബന്ധങ്ങൾ മുഴുവൻ കളഞ്ഞ് നിങ്ങൾ ജടമടിച്ചടിച്ച് ശിവൻ ജടയടിച്ചാൽ ഭദ്രകാളിയും വീരഭദ്രനും ഒക്കെ വരും. വീരഭദ്രനും കൊടുങ്കാളിയും വരും, വാളും വട്ടകയൊക്കെ. പലപ്പോഴും നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, ജീവിത സൗഭഗത്തിന്റെ നാടുകളിൽ നിങ്ങളോടൊപ്പം നിന്നവർ ഒരു വിഷയത്തിൽ നിങ്ങൾ മതിമറന്നു കഴിഞ്ഞ് നിങ്ങളെ ആ വിഷയം ബന്ധിച്ചു കഴിഞ്ഞാൽ ആ വിഷയം മാത്രം നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതും അയാൾ അപ്രധാനവുമാകുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മുടിപൊടിച്ചടിക്കുമ്പോൾ അതിൽ നിന്ന് വീരഭദ്രനും കൊടുങ്കാളിയും ഒക്കെ ഉദയം ചെയ്യുമ്പോൾ സ്നേഹം മാത്രം കൈമുതലായി നിങ്ങളെ കാത്തിരുന്ന് നിങ്ങൾക്ക് ആഹാരവും ഉണ്ടാക്കി നിങ്ങൾക്ക് വെച്ചു വിളമ്പി തന്ന് നിങ്ങളുടെ കുട്ടികളെ പ്രസവിച്ച് നിങ്ങളോടൊത്തുള്ള സൗഭാഗ്യത്തിനായി ജീവിച്ച് പോകുന്ന നിങ്ങളുടെ പതിവ്രതയായ ഭാര്യ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മതിമറന്നു കഴിഞ്ഞാൽ, വിഷയം നിങ്ങളെ ബന്ധിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ വരെ എന്റെ കരളെ എന്ന് വിളിച്ചത് ഇന്ന് വിളിക്കുമ്പോൾ കുലടെ എന്ന് വിളിക്കാൻ മടി കാണിക്കാതെ നിങ്ങളുടെ നാവുകൾ വഴങ്ങുമ്പോൾ, അതിൽ നിന്ന് അശ്ലീല പദങ്ങൾ ഉതിരുമ്പോൾ, നിങ്ങളുടെ കാലും കൈയും അവരെ ഉപദ്രവിക്കുമാറ് ചലിക്കുമ്പോൾ, ജീവിത യാഥാർത്ഥ്യത്തിന് മുമ്പിൽ വിഷയവും വിഷയബന്ധവും വിഷയബന്ധനവും ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ എവിടെയാണ് വികാരങ്ങളെ ആനയിച്ച് ആധ്യാത്മിക ഭൂമിയിലേക്ക് എത്തുക? സംശയം ഇനിയും ബാക്കി. വൈകുന്നേരം അതുവരെ അവിടെ കിടക്കും. നമ്മുടെ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഏതെങ്കിലും അപര്യാപ്തമാണ്, തെറ്റാണ്, അപരിക്ലിയറായി. ഇനി ക്ലിയറായി.
സംഗതി സ്ലോട്ടിൽ വീണു. ഇതുവരെ സ്ലോട്ട് വെച്ചിയാൽ കൃത്യമായി സ്ലോട്ടിൽ വീണമെന്നാണ് എനിക്ക് തോന്നുന്നു. ഈ സ്ലോട്ട് വെച്ചിയാൽ വലിയ പാടാണ് ഇത് തിരിച്ചതിനകത്ത് മുഴുവൻ. നമ്മൾ ഈ ചില തിരിയൊക്കെ ഒന്നെടുത്ത് തെറ്റിയാൽ പിന്നെ ഇടുമ്പോഴൊക്കെ ആ തെറ്റിൽ എഴുതുള്ളൂ. മനസ്സിലായില്ല? എക്സ്പെൻസസ് ആവും. നേരെ നമുക്ക് ഒരിക്കൽ സ്ലോട്ടിൽ വീണ് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. ഇനി എക്സ്പെക്ട് ചെയ്യും. വേറെ ചിരിക്കുന്നു. സ്ലോട്ട് പണ്ടേ വെച്ചിട്ടാ. അത് ഈ ചേർത്തലയാണോ? ഈ ചേർത്തലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. 2 കാലയിലുള്ള മന്ത് കുഴിച്ചിട്ടിട്ട് 1 കാലം മന്തുള്ളവനെ മന്താന്ന് വിളിക്കും. 10:30 പറയില്ല, 10:30 കുഴപ്പമില്ല. അപ്പൊ ഇനി ഇന്റർവെല് കഴിഞ്ഞു 11 മണി അല്ലേ? അതോ 11:15 ചായ കഴിഞ്ഞ് 11:15. ചായ ആണോ? അല്ല, വെള്ളം കുടിക്കും. ചായ അല്ല, വെള്ളം.